ഇന്നത്തെ വീഡിയോ സമയം കാണിച്ചു തുടങ്ങിയതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. വേറൊന്നുമല്ല, 4 മണിക്ക് വരുമെന്ന് പറഞ്ഞ് ഓർഡർ വന്നത് 6:30 ആയപ്പോഴാണ്. വിളക്കം കത്തിച്ചിട്ട് ചെറിയൊരു ബിസി ആയിട്ടുള്ള പരിപാടിയിലേക്ക് ഏർപ്പെട്ടപ്പോഴാണ് സംഗതി എൻ്റെ കയ്യിൽ കിട്ടിയത്. പാക്കറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇത് എവിടെ നിന്നാന്ന്. പിന്നെ ഈ വീഡിയോയ്ക്കൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഒന്നല്ല, 2 പ്രത്യേകത. ആദ്യത്തെ പ്രത്യേകത, ഇതെൻ്റെ സ്വന്തം പുതിയ ഫോണിൽ എടുക്കുന്ന വീഡിയോ ആണ്. ഇപ്പോൾ ഫോൺ കിട്ടിയിട്ട് 1 മാസമായി. വാലന്റൈൻസ് ഡേയുടെ തലേന്ന് കിട്ടിയ ഒരു കുട്ടി സർപ്രൈസ് ആയിരുന്നു ഈ ഫോണ്. വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ ഒരു കരച്ചിലൊക്കെ പാസ്സാക്കിയിട്ടുണ്ടെന്ന്. വേറെ ആരുമല്ല എനിക്ക് ഫോൺ തന്നത്, അമ്മയും അനിയനോടാണ്. രണ്ടാമത്തെ കാര്യം, ഈ പാക്കറ്റിനകത്ത് തന്നെ ഉണ്ട്. അത്ര വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ എനിക്ക് ഇത് ഇച്ചിരി വലിയ കാര്യമാണ്. ഇത് മേടിക്കാനുള്ള പകുതി ഉത്തരവാദിത്വം എൻ്റെ പോരാളിയായ അമ്മയ്ക്ക് തന്നെയാണ്. ഞാൻ പിന്നാട്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അമ്മ കട്ടായം പറഞ്ഞ് മേടിപ്പിച്ചായിരുന്നു. അപ്പം പകുതി ഉത്തരവാദിത്വം അമ്മയ്ക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം. ലൈഫിൽ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ലിപ്സ്റ്റിക്കാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് NYBയുടെ ആണ്. ഞങ്ങൾക്ക് 2 പേർക്കും നല്ലോണം ചേരുന്നുണ്ടെന്ന് ഈ ഷെയ്ഡ്. രണ്ടാമത്തെ പുതിയ സൺസ്ക്രീമും പിന്നെ NYBയുടെ സ്ട്രോ ക്രീമുമാണ്. സ്ട്രോ ക്രീം മേടിക്കാൻ വേണ്ടി കട്ടായം സൺസ്ക്രീൻ നേരത്തെ ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാമ-എർത്തിൻ്റെ ആണ്. അത് കഴിഞ്ഞിട്ട് കുറേ മാസങ്ങളായി. എന്നിട്ട് ഇത് ഇപ്പോഴാണ് മേടിക്കാൻ പറ്റും. കൂടാതെ ട്രെൻഡിങ് പോയതല്ലേ. പിന്നെ ഈ ഭാഗമായപ്പോഴാണ് വീട്ടിലെ പട്ടി തൊടലും പൊട്ടിച്ച് ചാടിയത്. ഞാനും അമ്മമ്മയും മാത്രമുള്ളന്ന് വീട്ടിലെ. അമ്മയും അനിയനും പുറത്തു പോയേക്കൊന്നു. ഗേറ്റും തുറന്നു കിടക്കുന്നു. പിന്നെ ഞാൻ ചൂലും എടുത്തോണ്ട് ഒരു ഓട്ടപ്രദക്ഷിണം തന്നെ നടത്തിയത്. കാര്യം, വീട്ടിൽ വളർത്തുന്ന പട്ടിയൊക്കെ ആണെങ്കിലും എനിക്കിതിനൊക്കെ നല്ല പേടിയാണ്. കൊച്ചിലെ ഒരു സിനിമ ഉണ്ടെന്ന്, ഒരു പഴയ പടം. അതിൽ പിന്നെ എനിക്ക് പട്ടിയെ പേടിയാണ്. ആ സിനിമ കണ്ടതിന് ശേഷം ദൂരെയാണെങ്കിലും പട്ടി കുരയ്ക്കുന്ന സൗണ്ട് കേട്ടാൽ ഞാൻ പൊട്ടിക്കരയുന്നു. അത്രമാത്രം പേടിയായിരുന്നു. ഇപ്പം പേടി ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പം വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെന്നി മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ലിപ്സ്റ്റിക്ക് പൊട്ടിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഒത്തിരി പണ്ടായിരുന്നു, വർഷം ഒത്തിരിയായി ആ സിനിമ കണ്ടിട്ട് പേടി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട് വർഷങ്ങൾക്കിപ്പുറം. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ ആ ലിപ്സ്റ്റിക്ക് പൊട്ടിച്ചെടുത്തു. നല്ല സന്തോഷം. ഇന്ന് ഷെയ്ഡ് കണ്ടപ്പോഴേ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. ആദ്യമായിട്ടൊക്കെ കിട്ടിയ പെർഫെക്റ്റ് ഷെയ്ഡ് കിട്ടിയപ്പോൾ. പിന്നെ ആ അടുപ്പ് തുടക്കാൻ ഞാൻ ഇച്ചിരി പാടുപെട്ടു. കാരണം ആദ്യം ഇച്ചിരി ടൈറ്റായിട്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അത് പൊക്കണമെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ പൊക്കിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഞെട്ടി. എല്ലാം കൂടെ തെറിച്ച് മുഖത്തായെന്നുള്ള തോന്നൽ വന്നു. അപ്പോൾ പുറകിൽ കൂടെയൊക്കെ അമ്മൂമ്മ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ബൈ.